ഈ സിനിമയ്ക്കൊക്കെ ശരിക്കും എ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ചില പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ട തിയേറ്ററിലാണെങ്കിൽ ഇഷ്ടംപോലെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുട്ടികൾക്കുള്ള ഒരു സിനിമയല്ല കേട്ടോ. ദൃഢം സംവിധാനം മാർട്ടിൻ ജോസഫ്, ജിത്തു ജോസഫിന്റെ ശിഷ്യനാണ്. പുള്ളിയുടെ ആദ്യത്തെ പടമാണ്. ഇതിന്റെ തിരക്കഥാ സംഭാഷണമൊക്കെ എഴുതിയിരിക്കുന്നത് ജോമോൻ ജോണും ലിൻഡോ ദേവസിയും ചേർന്നാണ്. ഷെയ്ൻ നിഗം, ശോഭി തിലകൻ, നന്ദൻ ഉണ്ണി, ദിനേശ് പ്രഭാകർ, സാനിയ ഫാത്തിമ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ മലയാളം ക്രൈം ഡ്രാമ സിനിമയെ കുറിച്ച് അധികം ക്രൈമുകളൊന്നും നടക്കാത്ത ശാന്തമായിട്ടുള്ള ഇടുക്കിയിലെ കുഴിനിലം എന്നൊരു ചെറിയ ഗ്രാമത്തിൽ പുതുതായിട്ട് SI ആയിട്ട് ജോയിൻ ചെയ്യാനെത്തിയ വിജയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. പുള്ളി നേരിടേണ്ടി വരുന്ന ചില അസ്വാഭാവിക സംഭവങ്ങളാണെന്ന് പറയാം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഡീസന്റ് ക്രൈം ഡ്രാമയാണ് ദൃഢം. മേക്കിങ്ങിലെ ബാലാരിഷ്ടതകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും സ്ക്രിപ്റ്റ് ഇതിന്റെ നല്ലതാണ്. ജിത്തു ജോസഫിന്റെ അതേ ഒരു സ്റ്റൈലിലുള്ള ഒരു മേക്കിംഗ് ആണ് ശിഷ്യൻ മാർട്ടിൻ ജോസഫ് ഈ പടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. കുറെ ഇടങ്ങളിലൊക്കെ നമുക്കൊരു സീരിയൽ ലുക്ക് അല്ലെങ്കിൽ കുറച്ച് അമച്വറിഷ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ തരുന്ന ഒരു മേക്കിംഗ് ആണ്. ചില താരങ്ങളുടെ പെർഫോമൻസും അതുപോലെ തന്നെയാണ് തോന്നിച്ചത്. പക്ഷെ ഇത് എല്ലാം ഈ പടത്തിന് വേറൊരു രീതിയിൽ ഫൈനലി ഗുണം ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പടം മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. അതും ഇതിന്റെ ക്ലൈമാക്സ് ആണ് ഈ പടത്തെ രക്ഷിക്കുന്നത്. അങ്ങനെ എനിക്ക് പടം പേഴ്സണലി വർക്കായി എന്ന് പറയാം. തുടക്കത്തിലൊക്കെ ഒരു സ്ഥിരം ക്രൈം ഡ്രാമ പാറ്റേൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പടത്തിലുണ്ട്. എനിക്കാണെങ്കിലും ഒരു സംശയം എനിക്കിടയ്ക്ക് ഫീൽ ചെയ്തിരുന്നെങ്കിലും ഇതിലൊരു പ്ലോട്ട് ട്വിസ്റ്റ് ഉള്ളത് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും അത് ഊഹിക്കത്തൊന്നുമില്ല. ഞാനാണെങ്കിൽ തന്നെ ഒരുപാട് ത്രില്ലർ പടങ്ങളും സീരീസുകളും ഒക്കെ കാണുന്നതുകൊണ്ടാണ് അത് ഊഹിച്ചത് എന്ന് പറയാം. ഞാൻ ഊഹിച്ചെങ്കിൽ പോലും അതെനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരികയും ചെയ്തു. സോ പേര് പോലെ ഇങ്ങനെ പയ്യെ പയ്യെ പോയിട്ട് ചെറിയൊരു കെട്ടിട്ട് അവസാനം ആ കെട്ട് മുറുകുന്ന പിന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഫീലാണ് തിരക്കഥ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഈ തിരക്കഥയുടെ മുറുക്കമാണ് ഈ സിനിമയുടെ പ്രധാന പോസിറ്റീവ് എന്ന് പറയാം. അതേസമയം മേക്കിങ്ങിൽ ചിലയിടങ്ങളിലൊക്കെയുള്ള പോരായ്മകളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സ്ക്രിപ്റ്റിനൊത്ത് തന്നെ പടവും വന്നേനെ. പടം സ്ലോ ബേൺ ത്രില്ലറാണ്. വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഇതിന്റെ ഒരു കഥാപരിസരം ഇതിന്റെ ഒരു പോസിറ്റീവ് ഘടകമാണ്. നമുക്കറിയാവുന്ന സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്, നോർമൽ ആയിട്ടുള്ള കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ, ഇതൊക്കെ കൊണ്ട് തുടക്കം മുതൽ തന്നെ റിലേറ്റബിൾ ആയിട്ട് തോന്നിപ്പിച്ച് നമ്മളെ കഥയിലേക്ക് ഇന്നാക്കാനായിട്ട് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. എനിക്കാണെങ്കിലും ഇതിന്റെ ഒരു ലൊക്കേഷൻ ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഒരു ഏരിയ ഇടുക്കിയാണ് പ്രദേശമെങ്കിലും കോട്ടയം പരിസരവും ഏകദേശം ഇതുപോലെയാണ്. സോ പേഴ്സണലി എനിക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ തുടക്കത്തിൽ ആ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ഒക്കെ കൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല എങ്കിലും കേസ് അന്വേഷണം ഒക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് പടം എൻഗേജിംഗ് ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ഇന്റർവൽ ബ്ലോക്ക് അത്യാവശ്യം നൈസ് ആയിരുന്നു. മെയിൻ കഥാപാത്രത്തോട് നമുക്ക് ആദ്യം മുതൽ തന്നെ ഒരു ഇഷ്ടം തോന്നും. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഇമോഷണലി ആ കഥാപാത്രം നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ചില ഐറ്റംസ് ആക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ നല്ലൊരു സംതൃപ്തി തോന്നി. പിന്നെ പടം തുടക്കം മുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ തിരക്കഥയിൽ സ്മാർട്ടായിട്ട് കുറച്ച് ഫോർ ഷാഡോയിങ് ഐറ്റംസ് ഒക്കെ തരുന്നുണ്ട്. അത് പിന്നെ ക്ലൈമാക്സിൽ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സിനെ പോലെ ഇതിലെ പോലീസ് സ്റ്റേഷനും ഒരു കഥാപാത്രമായിട്ട് തന്നെ സിനിമയിൽ നിൽക്കുന്നുണ്ട്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ വിജയ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഷെയ്ൻ നിഗം നീറ്റായിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട്. ലുക്ക് കൊണ്ടാണെങ്കിലും ഭാവം കൊണ്ടാണെങ്കിലും പുതുതായിട്ട് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് SI ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പയ്യനാണ് എന്നുള്ളത് കൺവിൻസിംഗ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണേട്ടൻ എന്ന് വിളിക്കുന്ന ഇതിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ശോഭി തിലകനാണ് വരുന്നത്. നല്ലൊരു റോളാണ് കിട്ടിയിട്ടുള്ളത്. പുള്ളിയുടെ ശബ്ദം ഒരുപാട് കേട്ടതുകൊണ്ടാവാം ചിലയിടങ്ങളിൽ ആ ഒരു ഡബ്ബിംഗ് കൊണ്ട് ഒരു സീരിയൽ ഫീൽ കൂടി വരുന്നുണ്ട്. എന്നാൽ അതേസമയം എവിടെയൊക്കെയോ തിലകൻ എന്ന ആ ഒരു മഹാനടന്റെ പ്രസൻസ് ഫീൽ ചെയ്തതുപോലെയും തോന്നി. സ്റ്റേഷനിലെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് ദിനേശ് പണിക്കർ, നന്ദൻ ഉണ്ണി, കോട്ടയം രമേശ്, കൃഷ്ണപ്രഭ എന്നിവരാണ് വരുന്നത്. പിന്നെ വേറെ പടത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നോക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല. സാനിയ ഫാത്തിമയാണ് വിദ്യ എന്ന വേറൊരു പോലീസുകാരിയായിട്ട് വരുന്നത്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ്. അഭിരാം രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി, ജോജി മുണ്ടക്കയം തുടങ്ങിയവരും സിനിമയിലുണ്ട്. ടെക്നിക്കൽ സൈഡിൽ പടം ഡീസന്റ് ആയിട്ട് തോന്നി. PM ഉണ്ണികൃഷ്ണനാണ് ഇതിന്റെ ഛായാഗ്രഹണം, വിനായകാണ് എഡിറ്റിംഗ്, രണ്ടും കൊള്ളാം. പിന്നെ പറയേണ്ടത് ശ്രീരംഗ് സജിയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു, മൂഡിന് ചേരുന്ന വിധത്തിലായിരുന്നു. ഇതിന്റെ സൗണ്ട് ഡിസൈനും എടുത്തു തന്നെ പറയണം. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ മേക്കിങ്ങിലാണ് മെയിൻ പോരായ്മ ഫീൽ ചെയ്യുന്നത്. ചില സീനുകൾ പ്രത്യേകിച്ച് ചില ഡ്രാമ പോർഷൻസ് ഒക്കെ ഒരു അമച്വറിഷ് ഫീൽ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബാക്ക് ടു ബാക്ക് ഒരു സ്ഥലത്ത് ഒരു സീനിൽ തന്നെ രണ്ടുപേര് സംസാരിക്കുന്നു, പിന്നെ അടുത്ത ആള് വരുന്നു, അങ്ങനെ പോകുന്നത്. ചിലരുടെ പെർഫോമൻസ് ആണെങ്കിലും അല്പം മോശമായതുകൊണ്ട് ഒരു മടുപ്പുളവാക്കുന്നുണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് വളരെ സ്മാർട്ടായിട്ട് മറച്ചിട്ടുണ്ട്. ഈ കുറച്ച് ഡൗൺ ആയിട്ടുള്ള പോർഷൻസ് പെർഫോമൻസും മേക്കിങ്ങും ഒക്കെ ക്ലൈമാക്സിൽ മിസ്റ്ററി റിവീൽ ചെയ്യുമ്പോൾ ഇമ്പാക്ട് ആക്കുന്നതിൽ ഗുണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ നെഗറ്റീവ് പടത്തിന്റെ പോസിറ്റീവ് ആയിട്ട് മാറി എന്ന് പറയാം. സോ മൊത്തത്തില് മേക്കിങ്ങില് അല്ലെങ്കിൽ പെർഫോമൻസിലെ ചില അപാകതകളെയൊക്കെ നല്ലൊരു സ്ക്രിപ്റ്റ് കൊണ്ട് അതിജീവിച്ച ഒരു പടമാണ് ദൃഢം എന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആകണമെന്നില്ല, നിങ്ങളുടെ അഭിപ്രായം ഇതാകണമെന്നില്ല. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 8 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ അല്ലെങ്കിൽ A സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല പടത്തിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കുട്ടികൾക്കുള്ള സിനിമയല്ല. കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുള്ള വയലന്റ് ആക്ഷൻ രംഗങ്ങൾ പടത്തിന്റെ അവസാനം ഉള്ളതുകൊണ്ട് അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.